കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിയെ രക്ഷാപ്രവർത്തനത്തിനിടെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം. 10 ദിവസം പിന്നിട്ടിട്ടും അതിജീവിതയുടെ രഹസ്യമൊഴിയെടുക്കാനോ വൈദ്യപരിശോധന നടത്താനോ പോലീസ് തയ്യാറായില്ലെന്ന് ആക്ഷേപം. പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതിലും കേസ് ഒതുക്കാൻ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തതിലും ദുരൂഹതയുണ്ടെന്ന് യുവതി ആരോപിക്കുന്നു. കായംകുളം KPCC ജംഗ്ഷനിൽ ഈ മാസം 3-ന് അർദ്ധരാത്രിയായിരുന്നു സംഭവം. മലയാറ്റൂർ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കൊല്ലം സ്വദേശിനിയായ IT ജീവനക്കാരി സഞ്ചരിച്ച ഓട്ടോറിക്ഷ ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ യുവതിയെ സഹായിക്കാനെന്ന വ്യാജേന എത്തിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് സിനിൽ സവാദ് ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ ദേഹത്തെ പാടുകൾ കണ്ട് സംശയം പ്രകടിപ്പിച്ചതോടെയാണ് അതിക്രമം പുറംലോകമറിഞ്ഞത്. 7-ാം തീയതി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമെന്ന് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സംഭവം നടന്ന് 10 ദിവസമായിട്ടും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് തയ്യാറായില്ല. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് ലഭിച്ചത്. അതേസമയം കേസ് ഒതുക്കി തീർക്കാൻ പ്രതിയുടെ സുഹൃത്തുക്കൾ വഴി 25 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തതായും പരാതിയുണ്ട്. പ്രതിക്ക് ജാമ്യം ലഭിച്ചതോടെ അയാൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായത് തന്നെ ഭയപ്പെടുത്തുന്നതായും യുവതി പറയുന്നു. പോലീസിനെതിരെ വിമർശനം ശക്തമായതോടെ സംസ്ഥാന പോലീസ് മേധാവി റവാഡെ A. ചന്ദ്രശേഖർ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പണമോ രാഷ്ട്രീയ സ്വാധീനമോ ഇല്ലാത്തതിനാൽ തനിക്ക് നീതി നിഷേധിക്കപ്പെടുകയാണോ എന്ന വലിയ ചോദ്യമാണ് അതിജീവിത ഉയർത്തുന്നത്. താലൂക്ക് ആശുപത്രിയിലെ ഒരു വനിതാ ഡോക്ടർ കാണിച്ച ആർജവം പോലും നമ്മുടെ പോലീസിനുണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? രക്ഷാപ്രവർത്തനം എന്ന വാക്കിന്റെ വിശുദ്ധി പോലും കളങ്കപ്പെടുത്തിയ സിനിൽ സവാദ് എന്ന പ്രതിക്ക് പിന്നിൽ രാഷ്ട്രീയ സംരക്ഷണമുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. കേരള ജനത ഈ പെൺകുട്ടിക്കൊപ്പം നിൽക്കേണ്ടതുണ്ട്.